അപ്പോൾ മക്കൾസേ നമ്മളുടെ ഇനിയുള്ള ഭാഗമാണ് പാരമ്പര്യ രോഗങ്ങൾ. ജനിതക തകരാറ് കൊണ്ടാണ് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തകരാറുണ്ടാവണം. അങ്ങനത്തെ 2 രോഗങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. നമുക്ക് സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. ഇവിടെ ചുവന്ന രക്തകോശങ്ങൾ കാണുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത് റൗണ്ടിലാണ് ഉണ്ടാവുക. ഇതിന് ജീനിൻ്റെ തകരാറുണ്ടാവുമ്പോൾ കാണുന്നുണ്ടോ, ഒരു അരിവാളിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ കോശങ്ങളിൽ, രക്തകോശങ്ങളിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി ഉണ്ടാവുമല്ലോ, അത് കുറയും. അങ്ങനെ രൂപമാറ്റം വരികയാണ് ഈ കോശങ്ങൾക്ക്. അപ്പം എന്താ സംഭവിക്കുക? ഇങ്ങനെ പോണ നമ്മുടെ രക്തകോശങ്ങളിൽ ഈ രക്തകോശങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കൂടി നിൽക്കും. അപ്പോൾ രക്തം ഫ്ലോ ചെയ്യുന്നത് തടയും. ഇവിടെ ഇങ്ങനെ കട്ട കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകളിൽ ഇവ തങ്ങി നിൽക്കും. അങ്ങനെ കാണുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി ഹീമോഫീലിയ എങ്ങനെയാ? രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെ ഉൽപ്പാദനത്തിനെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോഴേക്ക് രക്തം കട്ട പിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മുറിവുണ്ടാകുമ്പോൾ തന്നെ രക്തം വാർന്ന് പോയിട്ട് നമ്മുടെ അപകടങ്ങൾ സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ രക്തം കട്ട പിടിക്കാനുള്ള ആ പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ അസുഖം കാണുന്നത്. ഇതെന്താ സംഭവിക്കുക? എന്തെങ്കിലും ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു വ്യക്തിയിലാണെങ്കിൽ ഒരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കുറച്ച് നേരം രക്തം പോയാൽ പിന്നെ അവിടെ അങ്ങോട്ട് രക്തം കട്ട പിടിക്കും. അപ്പോൾ രക്തം പോകുന്നത് നിൽക്കും. പക്ഷേ ഈ അസുഖമുള്ള ആളുകളിൽ അമിതമായിട്ട് രക്തം പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഈ 2 അസുഖങ്ങൾ ജനിതകമായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കോളം പൂരിപ്പിക്കാനുണ്ട്. രോഗങ്ങൾ ഏതൊക്കെ തരം രോഗങ്ങളാണ് അപ്പോൾ നമ്മൾ പഠിച്ചത്? പാരമ്പര്യ രോഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനിയുള്ള രോഗമാണ് ഏതാ? ആർജിത രോഗങ്ങൾ. ആർജിത രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുമാണ് 2 തരത്തിലെ രോഗങ്ങളുള്ളത്. ആർജിത രോഗങ്ങൾ തന്നെ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട് അല്ലേ? ഇതിൽ പകരുന്ന രോഗങ്ങളിൽ പെട്ടത് ഏതൊക്കെയാ? കുഷ്ഠം, പിന്നെ എലിപ്പനി, നിപ്പ, ക്ഷയം, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ് അല്ലേ? ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാ? പ്രമേഹം ഇവിടെ തന്നിട്ടുണ്ട്, അമിത രക്തസമ്മർദ്ദം, സിലിക്കോസിസ്, ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ്, ആർജിതമായിട്ടുള്ള രോഗങ്ങളുമാണ്. ഇനി പാരമ്പര്യ രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച് ഹീമോഫീലിയ, രക്തം ഇങ്ങനെ പോകുന്ന അവസ്ഥ, സിക്കിൾ സെൽ അനീമിയ, ടെർണർ സിൻഡ്രോം, ഇതൊക്കെ പാരമ്പര്യ രോഗങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾക്ക് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ പഠിച്ച്, ഇനി അതിനുള്ള ചികിത്സ വേണ്ടേ? ഒരു രോഗീനെ എങ്ങനെയാണ് രോഗം ഇന്നതാണെന്ന് വിലയിരുത്തുക? ആദ്യം രോഗം നിർണ്ണയിക്കണം. അതെങ്ങനെയാണ്? ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് കണ്ടെത്തും. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ലാബിൽ പരിശോധിക്കും. അല്ലെങ്കിൽ ശരീരം പരിശോധിക്കും, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ പരിശോധിക്കും അല്ലേ? പിന്നെയാണ് നമ്മൾ ചികിത്സ കൊടുക്കുക. അപ്പോൾ മരുന്നുകൾ കൊടുക്കും. മരുന്നുകൾ കൊണ്ട് ഭേദമാക്കാത്തതാണെങ്കിലാണ് ശസ്ത്രക്രിയ വേണ്ടി വരിക.
ഇനി നമുക്ക് എങ്ങനെയൊക്കെ ചികിത്സകൾ കൊടുക്കാൻ നോക്കാം. നമ്മൾ പ്രധാനമായിട്ടും 3 ചികിത്സകളാണ് ചെയ്യാറുള്ളത് അല്ലേ? ആയുർവേദം, ഹോമിയോപ്പതി, ആധുനിക വൈദ്യശാസ്ത്രം. നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ട് യുനാനി അങ്ങനത്തെ ചികിത്സകളൊക്കെ അല്ലേ? പിന്നെ ഹോമിയോ ഇതിലുണ്ടല്ലോ അല്ലേ? അപ്പം ഇതൊക്കെ ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ്. അപ്പോൾ ആയുർവേദം എങ്ങനെയാണ് നമ്മുടെ പ്രചാരത്തിലായത് നോക്കാം. ആയുർവേദത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലാണ് ആയുർവേദം പിന്നെ ഉണ്ടായിട്ടുള്ളത്, കണ്ടുപിടിച്ച് അതിൽ എന്തൊക്കെ രീതികൾ, ആഹാരം ക്രമപ്പെടുത്തുക, അതുപോലെ ഹെർബലായിട്ടുള്ള മരുന്നുകൾ, പിന്നെ വ്യായാമങ്ങൾ, ഉഴിച്ചിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ലേ? പിന്നെയോ പിന്നെ സസ്യജന്തുജന്യ വസ്തുക്കൾ ഔഷധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന മരുന്നുകൾ ഉണ്ടാവും, അതേപോലെ ജന്തുക്കളിൽ നിന്ന് എടുക്കുന്ന നെയ്യ്, എണ്ണകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ മയിലെണ്ണ, പശുവിൻ നെയ്യ് അങ്ങനത്തതൊക്കെ ജന്തുക്കളിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ അവിടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചരകൻ എന്ന് പറയുന്ന ആളാണ് ആയുർവേദ ചികിത്സയുടെ പിതാവ്. ആയുർവേദം ഓക്കെ. ഇനി ഹോമിയോപ്പതിനെ കുറിച്ച് നോക്കാം. ഹോമിയോപ്പതി കണ്ടുപിടിച്ച ആളാണ് സാമുവൽ ഹനിമാൻ. അയാളാണ് ഈ ഒരു ചികിത്സാ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിദ്രവ്യങ്ങളെ നേർപ്പിച്ച് അതുപയോഗിച്ചിട്ട് രോഗത്തെ പ്രതിരോധിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണിത്. ഇനി ആധുനിക വൈദ്യശാസ്ത്രമോ, അതാണ് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഗ്രീക്കിൽ ഉള്ള ഒരു വൈദ്യശാസ്ത്രജ്ഞനാണ് ഹിപ്പോക്രാറ്റസ്. ഇയാളാണ് ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ നമ്മുടെ രാജ്യത്ത് എന്നല്ല ലോകത്തൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. എങ്ങനെയൊക്കെ രോഗം വരുന്നതിനുള്ള പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നെ അതിനൊക്കെ തിരുത്തിയിട്ട് രോഗകാരികളും രോഗനിർണയവും ഒക്കെ കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു രീതിയാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ചികിത്സക്കും ഓരോ ടെസ്റ്റുകൾ നടത്താനും ലാബിലെ പരിശോധനക്കൊക്കെ വേണ്ടിയിട്ട് കുറേ മെഷീൻസും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ഓരോ ഉപകരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും നോക്കണം. എന്തിനാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്? സ്റ്റെതസ്കോപ്പ് നമ്മുടെ ഹാർട്ടിൻ്റെയും പിന്നെ ശ്വാസകോശത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സൗണ്ടിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇനി സ്പിഗേമ മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? നമ്മുടെ BP പരിശോധിക്കുന്ന ഒരു മെഷീനിൽ ഡോക്ടേഴ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ പിക്ചറിൽ. ഈ ഒരു സാധനത്തിനാണ് നമ്മൾ ആ പേര് പറയുന്നത് കേട്ടോ. ഇതാണ് സ്റ്റെതസ്കോപ്പ്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് BP ചെക്ക് ചെയ്യാനാണ്. ഇനി ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്തിനാണ്? നമ്മുടെ പിന്നെ നമ്പർ കാണിക്കും, അതിൽ തന്നെ ഡിജിറ്റലായിട്ട് നമ്പറുകൾ കാണിക്കും. അപ്പം ഇതും BP ചെക്ക് ചെയ്യാനും തന്നെയാണ്. ഇനി പൾസ് ഓക്സിമീറ്റർ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? പൾസ് ഓക്സിമീറ്റർ നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി തെർമോമീറ്റർ നമ്മുടെ എപ്പോഴും പനി ഉണ്ടാകുമ്പോൾ പിന്നെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ? ശരീരത്തിൻ്റെ താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എൻഡോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് പിന്നെ ക്യാമറ ഉള്ള ഒരു ചെറിയ വസ്തു ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നമ്മൾക്ക് അതിലൂടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ കാണാൻ വേണ്ടിയിട്ട്
ഇനി പലതരം സ്കാനറുകൾ, US സ്കാനർ, CT സ്കാനർ, MRI സ്കാനറൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിനെ പുറത്തു നിന്നും അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഉപയോഗിക്കുന്നത്, സ്കാൻ ചെയ്യുന്നത്. ഇനി ഓരോ ചികിത്സയും ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓരോരോ ഡോക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ ആശുപത്രിയിൽ നമ്മൾ കാണാറുണ്ട് ഓരോ ബോർഡും അല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഡോക്ടേഴ്സിനെ കാണിക്കുക, ഇന്ന അസുഖത്തിന് ഇന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ ജനറൽ മെഡിസിന് ഏത് ഡോക്ടറാണ്? ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴും പനിയും ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന MBBS ഡിഗ്രി ഉള്ള ഒരു ഡോക്ടർ, അതിനെ എല്ലാത്തിനും നമ്മൾ ഫസ്റ്റായിട്ട് കാണിക്കും അല്ലേ. ഇനി കാർഡിയോളജി എന്ന് പറഞ്ഞാലോ, പിന്നെ പീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ, കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ, പീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഡോക്ടർ, ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള യൂട്രസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ യൂറോളജി എന്ന് പറഞ്ഞാലോ മൂത്ര സംബന്ധമായിട്ടുള്ള, പിന്നെ നെഫ്രോളജി എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള, ന്യൂറോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവ്, ബ്രെയിന് ഇങ്ങനത്തതൊക്കെ, ENT എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ തലയുടെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ചെവി, മൂക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ENTനെയാണ് കാണിക്കുക. തലയിൽ ഉള്ള അവയവങ്ങളാണല്ലോ അതൊക്കെ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതിന് വേണ്ട ഔഷധങ്ങളാണ്. നമ്മളിപ്പോൾ ചികിത്സകൾ പഠിച്ചു, ഇനി ഔഷധങ്ങൾ. ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കുടിക്കാറുണ്ട് അല്ലേ. ഓരോ ചികിത്സക്കും വേണ്ടിയിട്ട് മാറാതാവുമ്പോൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അല്ലേ. ഇത് മറ്റുള്ള പിന്നെ സാധാരണ ആയിട്ട് നമ്മൾ പനിക്കൊക്കെ പാരസെറ്റാമോളൊക്കെ കഴിക്കും. പക്ഷെ അത് കഴിച്ചാലും മാറ്റം വരാത്ത ഇരിക്കുമ്പോഴാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാകുന്നതോ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്നതോ ആയതും ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കാവുന്നതുമായ ഔഷധമാണ് ആൻറ്റിബയോട്ടിക്. അതൊരു കോഴ്സായിരിക്കും, ഇത്ര കുടിച്ചാലാണ് ആ ബാക്ടീരിയകൾ നശിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിന് എന്തുണ്ട്, ഇത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മളെ ഇഷ്ടത്തിനൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത്ര എണ്ണം കുടിച്ചാലാണ് എന്നുള്ളൊരു കോഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് പല പാർശ്വഫലങ്ങളും ഉണ്ട്. എന്തൊക്കെയാ? ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചില ആൻറ്റിബയോട്ടിക്കുകൾ കുടിക്കുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഗുളികയും കൂടി കുടിക്കേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ ഡോക്ടേഴ്സിന് അറിയാം ഇത് കുടിച്ചാൽ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ ഭക്ഷണത്തിന് മുന്നേ ഈ ഗുളിക കുടിക്കണം എന്നുള്ളത്. പിന്നെ അലർജി ഉണ്ടാവും ചില ഗുളികകൾക്ക്. പിന്നെ കരൾ, വൃക്ക എന്നിവ തകരാറാവും അത് നമ്മൾ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ കുടലിൽ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും, അവ നശിച്ചു പോവും. പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായി പ്രതിരോധിക്കുക. ഇത് നമ്മൾ അധികം കുടിച്ച് നമ്മുടെ ശരീരത്തിന് അതങ്ങോട്ട് യൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കുടിച്ചാലും നമ്മളെ ശരീരം അതിന് പ്രതികരിക്കില്ല. കാരണം ഈ ആൻറ്റിബയോട്ടിക് നമ്മളെ ശരീരത്തിന് യൂസായി കഴിഞ്ഞു, അപ്പോൾ അതിനെ ചെറുക്കാനുള്ള ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ഇത്. ഇനി വൈറസുകൾക്കെതിരെയുള്ള മരുന്നുകളുണ്ട്. വൈറസ് എന്ന് പറയുമ്പോൾ ആൻറ്റിവൈറൽ മരുന്നുകളുണ്ട് വൈറസിന് വേണ്ടിയിട്ട്. ഫംഗസുകൾക്കോ ആൻറ്റി ഫംഗൽ ഉണ്ട്. പ്രോട്ടോസോവ ആൻറ്റി പ്രോട്ടോസോവൽ ഉണ്ട്. വിരകൾ നമ്മളെ മന്ത്രോഗമൊക്കെ പരത്തിയിരുന്നില്ലേ, ആൻറ്റി ഹെൽമിന്ത് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ തരുന്ന മരുന്നുകൾ. ഇനി പനി വരുമ്പോൾ ആൻറ്റിപൈററ്റിക് എന്ന് പറയുന്ന മരുന്നുകൾ. അപ്പോൾ ഓരോന്നിനും
ഓരോ തരം മരുന്നുകളാണ് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രക്തദാനത്തെക്കുറിച്ചാണ്. എന്താ രക്തദാനം? നമുക്ക് ആവശ്യമുള്ള രക്തം ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഡൊണേറ്റ് ചെയ്യൂലേ. കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് രക്തം കൊടുക്കുമ്പോൾ. ഏതൊക്കെയാണ് നോക്കണം? 18നും 60നും മധ്യേ പ്രായമുള്ളവർക്കാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുക. പിന്നെ ചുരുങ്ങിയത് 50 കിലോ ഭാരെങ്കിലും ഉണ്ടായിരിക്കണം. ആസ്മ, അപസ്മാരം, ഹൃദ്രോഗം, കിഡ്നി രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിന് 12.5 ഗ്രാം ഡെസിലിറ്ററിന് മുകളിൽ ഉണ്ടാകണം. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് രക്തം കൊടുക്കുക. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പ്രസവശേഷം 1 വർഷത്തേക്കും രക്തദാനം ചെയ്യാൻ പാടില്ല. ഇനി ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിലൊരിക്കലും, സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ 4 മാസത്തിലൊരിക്കലും രക്തം ദാനം ചെയ്യാം. ആരോഗ്യമുള്ള ആളാവണം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രക്തനിവേശനം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. രക്തനിവേശനം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരാളിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കുമല്ലോ. ഒരു വ്യക്തിയിൽ നിന്ന് രക്തം മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്നതാണ് ഈ രക്തനിവേശനം എന്ന് പറയുന്നത്. അപ്പോൾ രക്തം നൽകുന്ന വ്യക്തിയെ നമ്മൾ രക്തദാതാവ് എന്നും രക്തം വാങ്ങുന്ന ആളെ എന്ത് വിളിക്കും? രക്തസ്വീകർത്താവ് എന്നും വിളിക്കും അല്ലേ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെല്ലുണ്ടല്ലോ, RBC, അതിൽ ആൻറ്റിജനുകൾ ഉണ്ടാവും. ആൻറ്റിജനുകൾ ഏതൊക്കെ ഉണ്ടാവുക? എ ബി പിന്നെ എബിയും ഉണ്ടാവും ആൻറ്റിജനുകളായിട്ട്. അപ്പം എ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തഗ്രൂപ്പ് എ ആയിരിക്കും. ബി ആണെന്നുണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് ബി ആയിരിക്കും. AB ആണെന്നുണ്ടെങ്കിൽ AB ഗ്രൂപ്പായിരിക്കും. ഇനി ഒന്നും ഇല്ല എന്നുള്ള ആൻറ്റിജൻ ഒന്നും ഇല്ലാത്തപ്പോഴാണ് O ഗ്രൂപ്പ് വരുന്നത്. മനസ്സിലായോ? ഇനി ആൻറ്റിജനുകൾ ചില സമയത്ത് D കാണും. D ആൻറ്റിജന് കാണുമ്പോഴാണ്, പ്ലാസ്മയിൽ D ആൻറ്റിജൻ ഉണ്ടാവുമ്പോഴാണ്, ഇവിടെ കാണുന്നുണ്ടോ, ഇത് A, ഇത് B, ഇത് Aയും Bയും കൂടി വന്നപ്പോൾ ഒന്നും ഇല്ലാതായപ്പോൾ O ഗ്രൂപ്പ് ആൻറ്റിജൻ്റെതാണ് ഇങ്ങനെ. ഇനി D ആൻറ്റിജൻ വന്നപ്പോൾ, D ആൻറ്റിജൻ ഈ പച്ച കളറിൽ കാണുന്നില്ലേ, അപ്പോഴാണ് നമ്മൾ D ആൻറ്റിജനുള്ള A ഗ്രൂപ്പിലുള്ള D ആൻറ്റിജനുള്ള ആൾക്കാരെയാണ് നമ്മൾ പോസിറ്റീവ് ഇത് കൊടുക്കുക. അപ്പോൾ A പോസിറ്റീവായി ഈ D ആൻറ്റിജൻ വന്നപ്പോൾ. അപ്പോൾ ഇല്ലാത്തതോ A നെഗറ്റീവായി. ഇനി B ഗ്രൂപ്പുള്ളവർക്ക്, B ആൻറ്റിജൻ ഉള്ളവർക്ക് D ആൻറ്റിജനും കൂടെ വന്നാൽ B പോസിറ്റീവായി. AB ഉള്ളവർക്ക് D ആൻറ്റിജനും കൂടെ വന്നാൽ AB പോസിറ്റീവായി. ഇവർക്ക് ഒന്നുമില്ലാത്തവർക്ക് D ആൻറ്റിജൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ O പോസിറ്റീവുമായി. അങ്ങനെയാണ് നമ്മൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇവർക്ക് പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഉണ്ടാവും. ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വേറൊരാൾ കയറി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. A ഗ്രൂപ്പിലുള്ളവർക്ക് ആൻറ്റിബോഡിയായിട്ട് B എന്ന് പറയുന്ന ആൻറ്റിബോഡിയാണ് ഉണ്ടാവുക. A ഗ്രൂപ്പിലുള്ളവർക്ക് B ആൻറ്റിബോഡി, B ഗ്രൂപ്പിലുള്ളവർക്ക് A ആൻറ്റിബോഡി. AB ഗ്രൂപ്പിലുള്ളവർക്ക് ആൻറ്റിബോഡിൻ്റെ ആവശ്യമില്ല, Aയും Bയും ഇവിടെ തന്നെ ഉണ്ട്. O ഗ്രൂപ്പിലുള്ളവർക്ക് AB ആൻറ്റിബോഡി ഉണ്ടാവും. അപ്പോൾ പുറത്ത് നിന്ന് വരുന്ന മറ്റുള്ള രക്തമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർക്ക് A തന്നെ വേണം ഇവരുടെ ശരീരത്തിൽ. അപ്പോൾ B ആണ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണ് B ആൻറ്റിബോഡി പ്രവർത്തിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇത് എഴുതി നോക്കാം അല്ലേ.
രക്തഗ്രൂപ്പും ആൻറ്റിജനും അവരിലുള്ള ആൻറ്റിബോഡിയും. എ രക്തഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ആൻറ്റിജൻ തന്നെയാണ്. ബി ആണെന്നുണ്ടെങ്കിലോ ബി എന്ന് പറഞ്ഞ ആൻറ്റിജൻ തന്നെയാണ്. എ ബി ആവുമ്പോൾ ആൻറ്റിജൻ എ ബി, ആൻറ്റിജൻ ഏതാണോ അത്. ഒ ആവുമ്പോൾ ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒ ഗ്രൂപ്പായത്. ഇനി അതിൽ ആൻറ്റിബോഡികൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? എ ഗ്രൂപ്പിൽ ആൻറ്റിബോഡി വരുന്നത് ബി ആണ്. ബി ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പിൽ ആരുടെയും ആവശ്യമില്ല. ഒ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ എയും ബിയും വരും. മനസ്സിലായോ? ഇനി ഡി ആൻറ്റിജന് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്ന അവരെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഒരു റീസസ് എന്ന കുരങ്ങിൽ നിന്നായതുകൊണ്ട് റീസസ് ഘടകം എന്ന് വിളിക്കാറുണ്ട്. ആരെ? ഡി ആൻറ്റിജനെ. ഇനി നമുക്ക് ജന്തുക്കളിലുള്ള രോഗങ്ങൾ നോക്കാം. കുളമ്പ് രോഗം എന്ന് പറയുന്ന രോഗകാരി വൈറസാണ്. ഇത് കന്നുകാലികളിൽ അഥവാ പശു എരുമയിലൊക്കെയാണ് വരിക. ഇതിന് പ്രതിരോധിക്കാൻ വാക്സിനാണ് കൊടുക്കുക. പിന്നെ ആന്ത്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ഇങ്ങനെ തൊലികൾ പൊളിഞ്ഞു പോകുന്നത് ചിലപ്പോൾ മനുഷ്യന്മാരിലൊക്കെ കാണാറുണ്ട്, അതിൽ നിന്ന് പകർന്നിട്ടൊക്കെ. പിന്നെ ബാധിക്കുന്നത് കന്നുകാലികളിൽ നിന്നാണ്. ഇതിനും വാക്സിൻ കൊടുക്കണം. പിന്നെ അകിട് വീക്കം ബാക്ടീരിയ ആണ് അല്ലേ. അപ്പോൾ ഇതും കന്നുകാലികളിൽ കാണുന്നതാണ്. പിന്നെ എല്ലാത്തിനും വാക്സിൻ തന്നെയാണ് കേട്ടോ പ്രതിരോധിക്കാനുള്ള മാർഗം. പിന്നെ കോഴി വസന്ത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കോഴിക്ക് ഉണ്ടാവുന്നല്ലേ, കോഴി താറാവ് പക്ഷികൾക്ക് ഉണ്ടാവുന്നതാണ്. ഇത് വൈറസാണ്, രോഗകാരി, പ്രതിരോധിക്കാനും വാക്സിൻ തന്നെ. ഇനി സസ്യങ്ങൾക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ. വഴുതനയുടെ വാട്ടം, ഇത് ബാക്ടീരിയയാണ് പരത്തുന്നത്. എന്താ ഇതിൻ്റെ ലക്ഷണം? ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോകും. പിന്നെ എന്ത് ചെയ്യും? ഇലകൾ മഞ്ഞ നിറാവും, എന്നിട്ട് വളർച്ച മുരടിക്കും, പിന്നെ വളരാതെ കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട്. അപ്പോൾ ഇത് പരത്തുന്ന രോഗകാരി ബാക്ടീരിയയാണ്. ഇനി രണ്ടാമത്തേത് നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം. ഇത് ബാക്ടീരിയ ആണ്. ഇതിലെന്താ നമുക്ക് ലക്ഷണങ്ങളായി കാണാൻ പറ്റുക? ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളികളുണ്ടാവും. പിന്നെ നെല്ലിലാണിത് കാണുന്നത്, അതുകൊണ്ട് തന്നെ നെന്മണികൾ അതും പുള്ളിക്കുത്ത് കാണും. അതിൻ്റെ ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ കളറിലുള്ള പുള്ളിക്കുത്തും ഉണ്ടാവും. ഇനി വാഴയുടെ കുറുനാമ്പ് രോഗം. ഇത് വൈറസാണ് പരത്തുന്നത്. ഇതിനെന്താ സംഭവം ഉണ്ടാവുക? ഇലകൾക്ക് നീളവും വീതിയും കുറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായി കുത്തനെ ഉയർന്നു നിൽക്കും, അതിൻ്റെ വളർച്ച മുരടിച്ചുകൊണ്ട്. ഇത് നമ്മളൊക്കെ കാണാറുള്ള ഇതാണല്ലേ എപ്പോഴും വാഴകൾക്ക്. പിന്നെ മരച്ചീനിയിലെ മൊസൈക്ക് രോഗം, ഇത് വൈറസ് പരത്തുന്നതാണ്. ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഇലകൾ മഞ്ഞ എന്നിട്ട് നിറമുള്ള പാടുകൾ ഇങ്ങനെ വരും, എന്നിട്ട് വെള്ള നിറമാവുകയാണ് ചെയ്യുക. ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും. പിന്നെ കിഴങ്ങിൻ്റെ വലിപ്പം കുറയുകയും ചെയ്യും. തെങ്ങിൻ്റെ കൂമ്പ് ചീയലും ഫംഗസ് കൊണ്ടാണ്. ഇത് ഇളം ഇലകൾ മഞ്ഞ നിറാവും, പിന്നെ കൂമ്പ് വാടിയിട്ട് താഴേക്ക് വീഴും. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, ഇത് ഫംഗസാണ് പരത്തുന്നത്. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകളുണ്ടാവും. ഇലകൾ കൊഴിയും, ചെടി പെട്ടെന്ന് വാടുകയും ചെയ്യും. അങ്ങനെ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ സസ്യങ്ങൾ മനുഷ്യന്മാരിൽ കുറേ പഠിച്ചു. നമ്മൾ ജന്തുക്കളത് പഠിച്ചു, സസ്യരോഗങ്ങളും പഠിച്ചു അല്ലേ. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണ് പ്രതിരോധിക്കണതെന്നാണ്. ഇവർക്ക് ദൃഢമായിട്ടുള്ള കോശഭിത്തിയുണ്ട്, പുറം തൊലിയുണ്ട്, ഇലകളിലും തണ്ടുകളിലും ഒരു മെഴുകിൻ്റെ ആവരണമുണ്ട്. ഇതൊക്കെ രോഗാണുക്കളുടെ ഉള്ളിലേക്കുള്ള പ്രവേശനം തടയുന്നുണ്ട്. പിന്നെയോ ആൻറ്റിമൈക്രോ എന്ന പദാർത്ഥങ്ങൾ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യും. സസ്യങ്ങളിലുള്ള പദാർത്ഥമാണ് ആൻറ്റിമൈക്രോ എന്ന് പറഞ്ഞ പദാർത്ഥം. പിന്നെ എൻസൈമുകൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കും. ഇതിലുള്ള
ആൻറ്റിമൈക്രോ എന്ന പദാർത്ഥത്തിലുള്ള എൻസൈമുകൾ. പിന്നെ രോഗാണുബാധ ഏറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയും. അതവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പകരുന്ന ഇങ്ങനെ ചെടി മൊത്തത്തിൽ ആവില്ലേ, അതിന് വേണ്ടിയിട്ട് സ്വയം നശിച്ചിട്ട് പിന്നെ രോഗം പടരുന്നത് തടയും. സസ്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ സസ്യത്തിൻ്റെ ഒരു ഭാഗം ആക്രമിക്കുമ്പോൾ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് രോഗബാധയെക്കുറിച്ച് സൂചന നൽകും. പിന്നെയോ കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗാണു വ്യാപനം തടയുന്നതിന് ഒരാളുണ്ട്, കാലോസ് എന്ന പോളിസാക്കറൈഡ് അവിടെ ഉണ്ട്, അത് തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്.